കഴിഞ്ഞ ദിവസം നമുക്ക് കാനഡയിൽ നിന്ന് ഒരു വർക്ക് വന്നു. ലോഗോ റീബ്രാൻഡിങ്ങിനായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ട്. കൺസൾട്ടിങ് ഫേം നടത്തുന്ന ഒരു പേരാണ്. ഫേമിൽ അവർ ഒരു ആവറേജ് അവർ കൺസൾട്ടിങ് ഫീ വാങ്ങുന്നത് 50,000 രൂപ വരെയാണ് അവരെ കൺസൾട്ടിങ് ഫീ ആയിട്ട് വാങ്ങുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സ്കെയിൽ ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മുടെ അടുത്ത് ഇവർ വന്നിട്ടുള്ളത്. പേര് വളരെ നല്ലൊരു പേര് തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്ത ലോഗോ നമ്മൾ ചിൽഡ്രൻസ് സ്കൂളിന് ചെയ്യുന്ന ലോഗോ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. അപ്പൊ ഇവർ ഫ്രീലാൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ഫ്രീലാൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വിഷയമല്ല, ചെയ്ത ഇതിന്റെ കളർ പാറ്റേൺ. കാരണം ഇതിൽ പച്ചയുണ്ട്, നീലുണ്ട്, ചുമലയുണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, നമ്മളെ ഒരു ഡാർക്ക് ബ്ലൂ, നമ്മൾ ഉജാല കളറിന്റെ ആ ഒരു ബ്ലൂ ഉണ്ട്. അപ്പോൾ ഒരു റൗണ്ട് ഇതിനുള്ളിലായിട്ട് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മേനോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും ഇത് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, പിന്നെ ഒരു ലോഗോ എന്നൊരു പേരിന് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറയണേ ഇത് മുൻപേ നല്ലൊരു ലോഗോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവർ റീബ്രാൻഡിങ് ചെയ്തു. കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഇതാണ് ഏറ്റവും കൂടുതൽ അവർ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഹ്യൂമന്റെ ഒരു ഷേപ്പില്, അതിൽ സെൻറ്ററിൽ നമ്മളൊരു ബ്രെയിനും, കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബ്രെയിന് വാഷിങ് ചെയ്യാണല്ലോ. അപ്പൊ പിന്നെ സെൻറ്ററിൽ ഈ രണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ഒരു ലവ് ചിഹ്നം, ഒരു ഹാർട്ടിന്റെ ചിഹ്നം ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെയ്ത്. അപ്പം ആ ലോഗോ കാണുമ്പോൾ തന്നെ പറയും ഇതിന് നമുക്ക് ആ ലോഗോയിൽ ഒരുപാട് അർത്ഥങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ക്ലയൻസിന് ഇത് കാണിച്ചു കൊടുത്ത് കാര്യം പറഞ്ഞാൽ ക്ലയൻസ് വളരെ ഹാപ്പിയാണ്. അതേപോലെ തന്നെ ഇതിൽ കളർ കോഡ്, ഇതിന്റെ ഫോണ്ടിന്റെ നെയിം ഏതാണ്, അതിൽ കുറെ മോക്കപ്പുകൾ, ഇത് എങ്ങനെ, അപ്പോൾ അവർക്ക് വേണ്ട കുറെ മോക്കപ്പുകൾ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊടുത്ത് ക്ലയന്റ് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നിങ്ങൾ ലോഗോ ചെയ്യുമ്പോൾ അത് അതിന്റെ രീതിയിൽ ചെയ്യണം. നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങളൊരു പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന ലെവലിലേക്ക് ഒരു സംഭവമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾ നന്നായിട്ട് ബിസിനസ് വയ്ക്കുന്നുണ്ടെങ്കിൽ ലോഗോ മസ്റ്റാണ്. അത് അതിന്റെ രീതിയിൽ ആ കളർ ഫോണ്ടും ആ കളറിന്റെ ലെറ്റർ ഏതാണെന്നും അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒരു ഡിസൈനറിന് കിട്ടിയാലേ ആ ഡിസൈനറിന് നെക്സ്റ്റ് പോസ്റ്ററിൽ അത് ചെയ്യുമ്പോൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ട് അവർ ലോഗോ എടുത്ത് കാണിക്കുള്ളൂ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്.